നമസ്കാരം. കോൺഗ്രസിലെ തമ്മിൽ കുത്തു കാരണം പാർട്ടി വിട്ട യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി AK ഷാനൂബ് ഡിവൈഎഫ്ഐയിൽ ചേരുന്നു. അധികാരത്തിലെത്താൻ ഏത് വർഗീയതയുമായി ചേരാൻ മടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും അവിടെ ബാക്കിയില്ലെന്നും ഷാനൂബ് പറയുന്നു. നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് താൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. തെറ്റ് തിരുത്തലിന് തയ്യാറാക്കാത്തത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് മതേതര കേരളത്തോട് ചെയ്യുന്ന അനീതിയാണ്. നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും ഒരു കോൺഗ്രസുകാരനായി തന്നെ തുടരുക എന്ന എന്റെ ആഗ്രഹമാണ് ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നും ഷാനൂബ് പറയുന്നു. ഒരേ സമയം RSSുമായും SDPIയുമായും തെരഞ്ഞെടുപ്പ് ബന്ധത്തിന് ശ്രമിക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും കേവലം അധികാര രാഷ്ട്രീയം മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും SDPIക്കാരന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവും തെളിച്ചമുള്ള ചിത്രങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരാൾ പോലും അതിനെ ചോദ്യം ചെയ്യാൻ ഇല്ല എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം കൂടുതൽ വെളിവാക്കുന്നു. വർഗീയതയെ എന്നും അകറ്റി നിർത്തുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്ന സമസ്ത പോലുള്ള സംഘടനകൾ ഭിന്നിപ്പുണ്ടാക്കുകയും എന്നാൽ വർഗീയ സംഘടനകളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ലീഗും കോൺഗ്രസും സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ തലോടുന്ന കാഴ്ചയും നമ്മൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിൽ തകരും. അതുകൊണ്ട് ആരെ കൂട്ടുപിടിച്ചാണേലും അധികാരമേറണം എന്ന ന്യായം ചുറ്റും നിൽക്കുന്ന സ്തുതിപാഠകർക്ക് ദഹിച്ചാലും മതേതര വിശ്വാസികളായ സാധാരണ കോൺഗ്രസുകാർക്ക് ഇത് അംഗീകരിക്കാൻ പോലും കഴിയില്ല. പാലക്കാട് വിജയം എല്ലാത്തിനുമുള്ള മറുപടിയാണ് എന്ന നിലയിൽ കാര്യങ്ങൾ വിലയിരുത്തി തിരുത്തലുകൾക്ക് തയ്യാറാവാതെ പോകാനാണ് പാർട്ടി തീരുമാനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിജയമാണ് ന്യായീകരണങ്ങൾക്ക് തീർപ്പ് എന്ന കണ്ടെത്തലിലേക്ക് ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് എത്താൻ കഴിയുന്നില്ലെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തൃശൂർ പരാജയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനോ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാനോ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാനോ തയ്യാറാവാത്ത പാർട്ടി ഒരു തിരുത്തലിനും തയ്യാറല്ലെന്ന് വ്യക്തമാണ്. തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തുടരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിലെത്താൻ ഏത് വർഗീയതയുമായി ചേരാൻ മടിയില്ലാത്തതും അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ബാക്കിയില്ലാത്ത പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ്. ഒരു സാധാരണ കോൺഗ്രസുകാരനാണ് എന്ന് പറഞ്ഞു തുടരുന്നത് പോലും ഇനി മതേതര കേരളത്തോട് ചെയ്യുന്ന അനീതിയാണെന്നും ഷാനൂബ് പറയുന്നു.